ജാസ്മിനും ഗബ്രിക്കും, പ്രത്യേകിച്ച് ജാസ്മിന് ക്യാമറ അറ്റൻഷൻ വേണം. ആ ഒരു ദിവസം പനി പിടിച്ചിരുന്ന സമയത്ത് ആരും തൻ്റെ അടുത്തേക്ക് വന്നില്ല, തനിക്ക് ക്യാമറ അറ്റൻഷൻ കിട്ടിയില്ല. ഗബ്രി എന്തെങ്കിലും അടുത്ത് വന്നിരുന്നെങ്കിൽ, അതിന് ബിഗ് ബോസ് അനുവദിച്ചിരുന്നെങ്കിൽ കുറച്ചെങ്കിലും അവിടെ കോണ്ടന്റ് ഉണ്ടാക്കാമായിരുന്നു. മൊത്തത്തിൽ ആ ഒരു ദിവസം ആളുടെ പോയി. ഇനി മുതലെങ്കിലും ഞാൻ തന്നെ വേണം എല്ലായിടത്തും ക്യാമറ അറ്റൻഷൻ. ഇതിനു വേണ്ടി കാണിച്ചു കൂട്ടുന്ന നാടകങ്ങളാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും. നന്ദന പറയണ പോലെ അരിയാഹാരം കഴിച്ച എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് ജാസ്മിന് കോണ്ടന്റ് വേണമെന്നും ക്യാമറ അറ്റൻഷനും വേണമെന്നും. ആദ്യം പറയുന്നു പ്രണയമാണെന്ന്, പിന്നെ പറയുന്നു പ്രണയമല്ല, ഫ്രണ്ടിനേക്കാളും മുകളിലാണെന്നും. ഇന്നത്തെ എപ്പിസോഡ് കണ്ട എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് ജാസ്മിൻ തലവേദന എടുത്തിട്ട് പോയി കിടക്കുകയാണ്. ഭയങ്കര തലവേദനയാണെന്നാണ് പറയുന്നത്. കുറച്ചു നേരം ഗബ്രി വന്നിരുന്ന് ഒന്ന് ഇത് ചെയ്തിഞ്ഞപ്പോഴത്തേക്കും ആളുടെ തലവേദന മാറി, എല്ലാം മാറി, ആൾ ഹാപ്പി ആകുന്നുണ്ട്. ശരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ നന്ദന പറഞ്ഞ ഒരു കാര്യമുണ്ട്, 2 വെള്ളത്തിൽ കാല് വെച്ചിട്ടാണ് ജാസ്മിൻ നടക്കുന്നതെന്ന്. അത് തന്നെയാണ് പറയാനുള്ളത് ഗബ്രി. അപ്പോൾ ഗബ്രി മത്സരത്തിൽ ഫൗള് കാണിച്ചപ്പോഴും അതിനോടൊപ്പം ജിൻഡോയും തെറ്റ് നല്ലവണ്ണം ചെയ്തു. ജിൻഡോ ചെയ്തപ്പോഴും എപ്പോഴും ഗബ്രിയുടെ സൈഡ് പിടിച്ചതുപോലെ, അല്ലെങ്കിൽ ഗബ്രി ജയിക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് കളിച്ചതുപോലെയാണ് നന്ദനയ്ക്ക് ഫീൽ ചെയ്തതെന്നാണ് നന്ദന പറയുന്നത്. അതിനോട് ഞാൻ മാക്സിമം യോജിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടലി എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ജാസ്മിൻ നന്നായിട്ട് കളിക്കുകയൊക്കെ ചെയ്തു, പക്ഷെ മനസ്സിൽ ആഗ്രഹം ഒരു പക്ഷേ അതായിരിക്കാം, ഗബ്രി ജയിക്കണം എന്നായിരിക്കാം. കാരണം സ്നേഹം ഉണ്ടല്ലോ. എന്താണെങ്കിലും അങ്ങനെ ഒരു ടീമിന് വേണ്ടി കളിക്കുമ്പോൾ, അല്ലെങ്കിൽ ബിഗ് ബോസ് പറഞ്ഞ പോലെ ഇതൊരു വ്യക്തിഗത ഗെയിമാണ്. അപ്പോൾ ആര് ജയിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടവർ എപ്പോഴും കൂടെ വേണം എന്ന് വിചാരിച്ചിട്ടായിരിക്കരുത് കളിക്കരുത്. നമ്മുടെ ടീമിന് വേണ്ടി കളിക്കുക, നമുക്ക് വേണ്ടിയിട്ട് കളിക്കുക, അങ്ങനെ ആയിരിക്കണം. എന്താണെങ്കിലും നന്ദനയുടെ ആ ഒരു ജാസ്മിന് നേർക്ക് കൊടുത്ത കാര്യം ജാസ്മിന് നന്നായിട്ട് കൊണ്ടിട്ടുണ്ട്. നന്ദന പറഞ്ഞു, നീ 2 കാലിലാണ് കാല് വെച്ച് ജീവിക്കണമെന്ന് എനിക്കറിയാം. അപ്പം ജാസ്മിൻ്റെ ഒരു വഴക്കുണ്ടാക്കുമ്പോഴുള്ള ഫേസൊക്കെ മാറി. ജാസ്മിൻ വിചാരിച്ച ആ ഒരു ഫേസിന്, ആ ഒരു വഴക്കിന് മുകളിൽ പറയാൻ സൗണ്ട് വേറൊരു പെണ്ണുങ്ങൾക്ക് ഇല്ലാന്നായിരുന്നു. അതെന്തായാലും നന്ദന മാറ്റി കൊടുത്തിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ നന്ദനയ്ക്ക് ഹാറ്റ്സ് ഓഫ്. നന്ദന പറയുന്നുണ്ട് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും നീ 2 വെള്ളത്തിലാണ് കാല് വയ്ക്കുന്നതെന്ന്. അപ്പോൾ ജാസ്മിൻ്റെ ക്ലീഷയുടെ നീ പോടി, അതിന് മേളിൽ നന്ദന പറഞ്ഞു നീ പോടി. എന്നാലും നന്ദന ഇന്ന് പൊളിച്ചു. ഈ ഒരു എപ്പിസോഡ് വന്നു കഴിയുമ്പോൾ ഉറപ്പായിട്ടും ഇന്ന് നന്ദനയ്ക്ക് കുറേ വോട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം ജാസ്മിന് നേരെ എതിർത്ത് സംസാരിക്കാനായിട്ട് ആർക്കും ആ ഒരു എന്താ പറയണ്ട, ആ ഒരു ഊർജ്ജമില്ല. കാര്യം അൻസിബയ്ക്കൊന്നും ജാസ്മിനെ കണ്ടുവിടെങ്കിലും അൻസിബ മിണ്ടാതിരിക്കത്തുള്ളൂ. കാരണം ആ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ട് മനസ്സിൽ വെച്ചിട്ട് മിണ്ടാതിരിക്കുകയുള്ളൂ. പക്ഷേ ജാസ്മിൻ ഒരു ഒത്ത എതിരാളിയാണെന്ന് നന്ദന ഇപ്പം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആദ്യമേ അങ്ങനെ തോന്നിയില്ല. ആള് വന്ന ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു നന്ദന വഴക്കിടുമ്പോൾ തന്നെ ജാസ്മിൻ്റെ സൈഡായിരുന്നു കൂടുതൽ പേരും പോയിക്കൊണ്ടിരുന്നത് ഓഡിയൻസ്. പക്ഷേ ഇതോട് കൂടിയിട്ട് നന്ദനയ്ക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടാകും. അപ്പോൾ വീഡിയോ കണ്ടവർ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഫ്രം വഷവിയു.